കെ.സി. വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെ കണ്ട ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. കൂടിക്കാഴ്ച അല്പസമയം നീണ്ടു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ട് വീട്ടിൽ നിന്നും കെ.സി. വേണുഗോപാൽ പുറത്തേക്ക് വരികയാണ്. എന്തായിരിക്കാം ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് അല്പം പ്രാധാന്യമുണ്ട്. കാരണം പ്രധാനപ്പെട്ട പേരുകളൊക്കെ പരിഗണിക്കുകയും അവരെ മന്ത്രിസ്ഥാനത്തേക്ക് ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ മുൻതൂക്കമുള്ള പേരുയർന്ന കെ.സി. വേണുഗോപാൽ അതേ റേസിൽ അതേ പോരിൽ പങ്കാളിയായിട്ടുള്ള മുതിർന്ന നേതാവ് സീനിയോറിറ്റി അവകാശപ്പെട്ട രമേശ് ചെന്നിത്തലയെ പോയി കാണുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇരുവരും ഈ മന്ത്രിസ്ഥാനം രൂപീകരണമാണ് ഇനിയുള്ള കാര്യങ്ങൾ. മന്ത്രിസ്ഥാനം മാത്രമല്ല KPCC അധ്യക്ഷ പദവിയുണ്ട്, മാത്രമല്ല കോൺഗ്രസ് അതാണ് മുറിച്ചിട്ട കോൺഗ്രസ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങളെല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഒന്നും ഉണ്ടാവില്ല. RC എന്താഗ്രഹിക്കുന്നു അതുണ്ടാവും. അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ഫൈനലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി ഡിമാൻഡ് അംഗീകരിക്കുന്ന ആളായിട്ടാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? പുള്ളി അങ്ങനെ ബാർഗെയിൻ ചെയ്തിരുന്നെങ്കിൽ സാധനം വാങ്ങിച്ചിട്ടുണ്ടോ കോൺഗ്രസിൽ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഒരു രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ് ഞങ്ങളെല്ലാം രസത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ പങ്കുവച്ച ആളാണിത് ഈ പദവികളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ വിലയുണ്ടാവും, സംശയം വേണ്ട. അതിനകത്തൊരു സംശയം വേണ്ട. ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടല്ലേ മുന്നോട്ട് പോകുള്ളൂ. അതിനകത്ത് എല്ലാവരെയും സന്തോഷമാക്കിയിട്ടേ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനം എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ലിസ്റ്റ് തരേണ്ടത്. ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ എങ്ങനെ ഞാൻ പറയാൻ പറ്റുന്നത്? അത് പാർട്ടി ലിസ്റ്റ് പോകണം, പാർട്ടി പ്രസിഡന്റും കൂടെ അംഗീകരിക്കണം, നല്ലേ പറ്റുള്ളൂ. ഓക്കെ. RC മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മറ്റു ചിലരും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ. അപ്പൊ എന്നും കോൺഗ്രസിൻ്റെയോടൊപ്പം അല്ലെ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ്. ഐ എം ആൾവേസ് എ ട്രൂ കോൺഗ്രസ് മാൻ. അത് മാത്രമേ എനിക്ക് പറയാനൂ. നിലവിലെ ചർച്ചകളിൽ അങ്ങ് തൃപ്തനാണോ? VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയാണ്? അവരുടെ പേരുകൾ തീരുമാനിക്കായി നിർണായക കൂടിക്കാഴ്ചകൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് കെ.സി. വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ടു. ആ കൂടിക്കാഴ്ചയുടെ പ്രതികരണമാണ് രണ്ടുപേരും നടത്തിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ശുഭകരമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പ്രതികരണം വരുന്നത്. കൂടുതലായിട്ടൊന്നും ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒന്നും പ്രതികരണമുണ്ടായിട്ടില്ല. TS ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്നും. ഹരി, എത്ര സമയം ഈ കൂടിക്കാഴ്ച നീണ്ടു? കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ പ്രതികരണത്തിനൊന്നും ഇരുവരും തയ്യാറായിട്ടില്ല. പക്ഷേ രമേശിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു കെ.സി. എന്തൊക്കെയായിരിക്കാം നടന്നിരിക്കുക? രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് വന്ന് മാധ്യമങ്ങളെ കണ്ടത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഒരു വലിയൊരു കടുംപിടുത്തമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല ഇവര്. കാരണം ഒരു അനുനയത്തിലൂടെ പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിനി നമുക്ക് തോന്നുന്നതാണോ അതോ എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഇവർ രണ്ടുപേരെയും അനുനയിപ്പിച്ച് ഒപ്പം നിർത്തി കൂടെ കൊണ്ടുപോകാനാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫലം കാണും എന്നുള്ളത് നമുക്ക് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആ രീതിയിലുള്ള നീക്കങ്ങളാണ് VD സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു 15-20 മിനിറ്റ് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു കെ.സി. വേണുഗോപാലുമായി രമേശ് ചെന്നിത്തല. അത് കഴിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് നമ്മളെപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ് RC മന്ത്രിസഭയിലേക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇവര് അത് പറയില്ല. കാരണം മൊത്തം ഒരു അവസാന തീരുമാനവും ആയതിനു ശേഷം, എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായതിനു ശേഷം മാത്രം
അറിയിക്കാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവരുടെ പ്രതികരണത്തിൽ നിന്ന് വരൂ എന്നുള്ള കാര്യം ഉറപ്പുമാണ്. KC അങ്ങനെയാണ് പറഞ്ഞത്. RC എപ്പോഴെങ്കിലും ഡിമാൻഡ് വച്ച് പെരുമാറുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് KC തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം RCയുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിന് തിരിച്ചുള്ള ചോദ്യമാണ്, RC എപ്പോഴെങ്കിലും ഡിമാൻഡുകൾ വെച്ച് പെരുമാറുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നടന്നത്. രമേശ് ചെന്നിത്തലയെ പറ്റിയുള്ള KCയുടെ അഭിപ്രായവും അതാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇനി ഇപ്പോൾ ഷിബു ബേബി ജോൺ അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഷിബു ബേബി ജോൺ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി RC KC കൂടിക്കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ RCയോട് നമ്മൾ ചോദിച്ചു, RC ഹാപ്പിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയൊരു ചിരിയോട് കൂടിയാണ് അദ്ദേഹം അകത്തേക്ക് മടങ്ങിയത്. മാത്രമല്ല ഐ ആം എ ട്രൂ കോൺഗ്രസ് മാൻ എന്ന് അദ്ദേഹം ഇന്ന് എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഒരു കാര്യവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പിച്ച് നമുക്ക് പറയാം. കാരണം ഇതുവരെ അങ്ങനെയായിരുന്നു, ഇനിയും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് പറയാനാവുക.